നമസ്കാരം സാറേ. ഒത്തിരി ദിവസങ്ങളായി നമ്മൾ പല പല കാരണം കൊണ്ട് നമ്മുടെ ചർച്ച എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമായി തോന്നുന്നല്ലേ. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന പലരും ചോദിക്കുന്നത് തന്നെ ഇപ്പോൾ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. വിഷയദാരിദ്ര്യമാണോ എന്നാണോ? അല്ല, വിഷയദാരിദ്ര്യമല്ല, നമുക്ക് വിഷയങ്ങളുടെ അല്ല, നമുക്ക് സമയം അതെല്ലാവർക്കും കൂടി ഒത്തു കിട്ടാത്ത ഒരു പ്രശ്നം വന്നുകൊണ്ടാണ്. എനിക്ക് തോന്നുന്ന ഈ ചർച്ചയിൽ നമ്മൾ വിദ്യാഭ്യാസ നിലവാരത്തിനെ പറ്റി എനിക്കൊന്ന് വളരെ സുദീർഘമായ ഒരു സംസാരം നമ്മൾ 3 പേരോട് നടത്തിയിരുന്നു. അതിൽ നിലവാര തകർച്ചയെപ്പറ്റി ഒക്കെ നമ്മൾ ആ വിവിധ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചാണ്. എന്തായാലും അത് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭരണാധികാരികൾക്കെല്ലാം അതിനെപ്പറ്റി ഒരു ഏകദേശമായ ബോധ്യപ്പം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടുത്ത കാലത്ത് പരീക്ഷകളിലെ തോൽവിയില്ലാത്തത് നിലവാര തകർച്ചയ്ക്ക് ഒരു കാരണമാണ്. അതുകൊണ്ട് എല്ലാ പരീക്ഷകൾക്കും മാർക്ക് കൊടുക്കുകയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉള്ള ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഉണ്ടല്ലോ, ജയിക്കാനുള്ള ഒരു 35% അല്ലെങ്കിൽ 40% മാർക്ക് നേടുന്ന കുട്ടികൾ ജയിക്കുക എന്നുള്ളതാണ് പണ്ട് മുതലേ പരമ്പരാഗതമായിട്ട് നമ്മൾ വന്നുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ ആ രീതി പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ഒരു പാഴ്ശ്രമം നടത്തുകയും അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് പരിപാടി പോലെയാണ്. ആദ്യം ഒന്ന് തോൽപ്പിക്കുക, അത് കഴിഞ്ഞ് ഒന്നുകൂടെ പരീക്ഷയിട്ട് സ്കൂളുകളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ HMസിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുന്ന ആ കുട്ടികളെ ജയിപ്പിക്കുക. അപ്പോൾ അതൊരു വെറും ആ രീതിയിലേക്ക് അതമ്പതിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷാ സമ്പ്രദായത്തിനെ പറ്റി നമ്മൾ അന്ന് കാര്യമായി ചർച്ച ചെയ്യാത്ത, അന്ന് നമ്മൾ സംസാരിക്കാത്തൊരു വിഷയമാണ്. ഈ പരീക്ഷാ സമ്പ്രദായത്തിൽ ഇങ്ങനെ ജയവും തോൽവിയും ആവശ്യമാണോ, അതോ കുട്ടികളെ തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, അത് തോൽപ്പിച്ചാൽ അവർക്ക് മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഉള്ള കാര്യത്തിനെപ്പറ്റി മറ്റു സാറിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക്. സാറിപ്പോൾ ഏറ്റവും ആനുകാലികമായിട്ടുള്ള ഒരു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ സാർ എടുത്തിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ പല ഐക്യൂലുള്ള ഇതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഓരോ കഴിവല്ലല്ലോ, ഒരു പലതരത്തിലുള്ള കഴിവും പലതരത്തിലുള്ള ഭൗതിക മേഖലയിലുമാണ് കുട്ടികൾ ജനിക്കുന്നത്. ഹെറിഡിറ്ററി ആയിട്ടും സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ അങ്ങനെ വേണ്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് പരിചയിച്ചു വന്ന, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള നമ്മുടെ തലമുറ പരിചയിച്ചു വന്ന കാര്യം സാർ സൂചിപ്പിച്ചതുപോലെ മിനിമം പഠിച്ച് അക്ഷരം അറിഞ്ഞ് അത് ചോദ്യത്തിന് ഉത്തരം നൽകി ഒരു മിനിമം മാർക്ക് മേടിച്ചാൽ ജയിക്കുന്ന ഒരു ഇതാണ് നമ്മുടെയൊക്കെ കാലത്ത്. 1-ാം ക്ലാസ്സിൽ പോലും ജയിക്കണമെങ്കിൽ മിനിമം മാർക്ക് വേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ വളർന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ 1-ാം ക്ലാസ്സിൽ ഓൾ പ്രൊമോഷനാക്കി, പിന്നെ ഓൾ പ്രൊമോഷൻ ആക്കി 9-ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനാക്കി, പിന്നെ 10-ാം ക്ലാസ്സിൽ മാത്രം ഓൾ പ്രൊമോഷൻ എന്ന് പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1% ആളുകൾ തോൽപ്പിച്ച് അവിടെ ഓൾ പ്രൊമോഷനാക്കി നിൽക്കുന്നൊരു സ്ഥിതിയാണ് നമുക്കുള്ളത്. നമ്മളൊക്കെ പറഞ്ഞതുപോലെ പരീക്ഷ എഴുതാതെ മഴ നനഞ്ഞിട്ട് ഓടി വരാന്ത കയറി നിൽക്കുന്നതിനെ പോലെ ജയിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറി എന്നുള്ളത് വളരെ ഖേദകരവും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാർത്ഥികളുടെ നിലവാര തകർച്ചയ്ക്കും കാരണമായിട്ടുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഒരു കുട്ടിക്ക് അവന് ഒരു വർഷം ഒരു ഡിവിഷനിൽ പഠിക്കുമ്പോൾ അവന് പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ആ ഒരു വർഷം അവൻ പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനോ അത് പഠിച്ചത് എഴുതി ജയിക്കാനോ പറ്റാത്ത ചില സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സിൽ നിന്ന് 5-6 കുട്ടികളൊക്കെ 30 കുട്ടികളുള്ള 35 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് 10 പേര് 5 പേര് വരെ തോക്കുകയും അവർ രണ്ടാമത് ആ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് 2-ാം വർഷം നല്ലപോലെ പഠിച്ച് കയറി അതോടുകൂടി അവരുടെ ആ പഠനത്തിൻ്റെ നിലവാരം തന്നെ മെച്ചപ്പെട്ട് നല്ല രീതിയിൽ പഠിച്ച് കയറി പോയ ഒത്തിരി ആളുകളെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു വർഷം ഒരു കുട്ടി തോക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ്റെ പഠനത്തിൻ്റെ നിലവാരം തകർന്നു പോവുകയോ അവൻ മാനസികമായിട്ട് തകർക്കപ്പെടേണ്ടതയോ ഇത് എനിക്ക് മാത്രം ഉണ്ടായ ഒരു അവസ്ഥയാണെന്ന് തോന്നുകയോ ചെയ്യാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പോഴത്തെ സ്ഥിതി ഒരു കുട്ടി തോറ്റുപോയാൽ അവന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് സമൂഹം തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെ തോന്നുന്നു. തോക്കുന്ന കുട്ടികൾ സമൂഹത്തിൽ കുറ്റപ്പെടുകയോ അല്ലെങ്കിൽ അവൻ ചെയ്യരാത്ത എന്തെങ്കിലും കഠിനങ്ങൾ ചെയ്യുന്നുള്ള ഭയം ചെയ്യുന്ന കുട്ടികൾ അതിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒരു കാരണവശാലും അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. കുട്ടികളെ തോക്കാനും കൂടെ പഠിപ്പിക്കണം. ജയം നമ്മളൊക്കെ തന്നെ തോൽവി വിജയത്തിന് ചവിട്ടുപടിയാണെന്നാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ സാറേ? തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്.
അപ്പോൾ തോൽക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അത് ക്ഷമിക്കാനുള്ള മനസ്സ് പോലെ തന്നെ ഉള്ളതാണ് ഈ തോൽക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ആണ്. ആ തോൽക്കാനുള്ള മനസ്സ് ഉണ്ടാകുന്നിടത്തെ വിജയിക്കാനുള്ള ഒരു ത്വരയുണ്ടാകത്തുള്ളൂ. അപ്പം കുട്ടികൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് മിനിമം മാർക്ക് ഉണ്ടാക്കി അവരെ ആവശ്യത്തിന് പഠിപ്പിച്ച് തന്നെ അവരെ കയറ്റിവിടണം എന്നുള്ളതാണ്. അവർക്ക് എന്നാലേ ആ കുട്ടിക്കും ഗുണമുള്ളൂ, രാജ്യത്തിനും ഗുണമുള്ളൂ, സമൂഹത്തിനും ഗുണമുള്ളൂ, കുടുംബത്തിനും ഗുണമുള്ളൂ. അതല്ലാതെ കുറച്ച് ഡിഗ്രിക്കാരെ ഉണ്ടാക്കി വിട്ടതുകൊണ്ടോ, കുറച്ച് അക്ഷരം അറിയത്തില്ലാതെ കുറച്ച് 10ാം ക്ലാസ് വരെ ഉണ്ടാക്കി വിട്ടതുകൊണ്ടോ, സ്വന്തം പേരെഴുതി ഒപ്പിടാൻ അറിയത്തില്ലാത്ത കുറച്ച് വിദ്യാഭ്യാസമുള്ളവരെ ഉണ്ടാക്കി വിട്ടതുകൊണ്ടോ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഈ തോപ്പിയിൽ ഭയങ്കര തമാശ സാറ് പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം തോപ്പിക്കും, 1 മാസം കഴിഞ്ഞ് ജയിപ്പിക്കും. അതെന്തൊരു തോപ്പിയില്ല, ഇങ്ങനെ തോപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഒരു പറഞ്ഞ പോലെ അവിടുത്തെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കോ അല്ല പരീക്ഷാ ഡ്യൂട്ടിയൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ പേപ്പർ നോക്കേണ്ട, വാല്യുവേഷനൊന്നും ഇല്ലാത്ത 1-2 ടീച്ചർമാർക്ക് മാത്രം ഉത്തരവാദിത്തപ്പെട്ട ആ കുട്ടി 1 വർഷം മൊത്തം പഠിക്കാൻ പറ്റാത്ത കാര്യം ഒരു അവധി കൊടുത്തിട്ട് അവധി ആഘോഷിക്കാൻ തുടങ്ങുന്ന കൊച്ചിനെ കൊണ്ട് 1 മാസം പഠിപ്പിച്ച് അവനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാങ്കത്യം സാധ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വിദ്യാഭ്യാസ വിദഗ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഈ പൊങ്കുവന്മാർ, അങ്ങനെ തന്നെ ഞാൻ പറയും, ഇവന് നാട്ടിലെ നടക്കുന്ന കാര്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറച്ച് വരേണ്യവർക്കും അത് പറയുന്നത് കേട്ട് തുള്ളാൻ കുറച്ച് മന്ത്രിമാരും ഭരണകർത്താക്കളും. ഇതിനോട് യോജിക്കാൻ വ്യക്തിപരമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കുട്ടികളെ പഠിപ്പിച്ചും അക്ഷരം പഠിപ്പിച്ചും തോക്കാൻ പഠിപ്പിച്ചും ജയിപ്പിച്ചും വേണം പോകാൻ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. സാറേ, വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു റിസൾട്ട് അനലൈസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഇപ്പം പഠിത്തമാണെങ്കിലും ഇനി ഒരു ഓട്ടമാണെങ്കിലും ഇപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 100 മീറ്റർ റേസ് നടത്തുന്നു, ഒരു 10 പേര് നിരന്ന് ഓടുന്നു, അവസാനം ഇല്ല, ഫിനിഷിംഗ് പോയിൻ്റ് ഇല്ല, എല്ലാവരും ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഒരു കാര്യമാണ് ഇപ്പം വിദ്യാഭ്യാസം നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ മത്സര പരീക്ഷകളൊക്കെ നോക്കിയാൽ, ഇപ്പം നാഷണൽ വൈഡ് നീറ്റോ അതുപോലെയുള്ളതൊക്കെ നോക്കിയാൽ ഈ CBSE ICSE എന്നൊക്കെ നമ്മുടെ കേരളത്തിലെ 10, 20, 25% ആൾക്കാർ സെലക്ട് ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് 1-2% ആൾക്കാരാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഒന്ന് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ അവർക്കൊരു ട്രെയിനിങ് കിട്ടുന്നില്ല. ഇതിപ്പോൾ എങ്ങനെയും അങ്ങ് ഇത്രയും അറ്റൻഡൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ജയിക്കും എന്നുള്ള ഇത് വന്നാൽ ആരും മെനക്കെട്ട് പഠിക്കാനുള്ള ഒരു ഇത് വരികയില്ല. അത് നമുക്കറിയാം, നമ്മൾ മച്ചുറായിട്ട് ചിന്തിക്കുന്ന പോലെയല്ല, നമ്മുടെ യൗവന കൗമാര കാലങ്ങളിലെ ചിന്ത വേറൊരെണ്ണമാണ്. നമുക്ക് ഇത് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു ഉത്സാഹിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പഠിച്ചില്ലെങ്കിൽ തോക്കും എന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിനുവേണ്ടി പ്രയത്നിക്കും. അപ്പോൾ ഈ വന്ന സിസ്റ്റം ഒരു മിനിമം മാർക്ക് 30% അല്ലെങ്കിൽ 35%, അതായത് 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് 3 ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരാളെ പരീക്ഷ ജയിക്കുന്നില്ലെങ്കിൽ ജയിക്കണ്ട, അവരടുത്തൊരു തവണയും കൂടെ അതിനെ പ്രാപ്തരായിട്ട് ജയിച്ചാൽ മതി. ഈ എല്ലാവർക്കും IQ ഇല്ല, ഇങ്ങനെ ഈ റിട്ടേൺ എക്സാം ഒന്നും എഴുതി പാസ്സാണ്. അവർക്ക് അവരെ വേറെ ചാനലൈസ് ചെയ്യണം. അവർക്ക് ഈ തൊഴിലധിഷ്ഠിത രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്ന, ഇപ്പം ഒന്നും പഠിക്കാത്തവർ ഡ്രൈവിങ്ങിലൊക്കെ എത്ര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, സ്കൂളിൽ പോലും പോകാത്ത. അപ്പോൾ ആ രീതിയിൽ ചാനലൈസ് ചെയ്ത് അവരെ വിടാനുള്ള സൗകര്യങ്ങളും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് പഠിക്കുന്നവരെ ശരിക്ക്, നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ ഒരു മീറ്റിംഗ് പറഞ്ഞതല്ലേ, നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് സ്വന്തമായിട്ട് പേരെഴുതാൻ പറ്റുന്ന എത്ര ആളുണ്ടെന്ന് പുള്ളി തന്നെ ഒരു മീറ്റിംഗ് ഒരു സംശയം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് സത്യമാണ് താനും. അപ്പോൾ അങ്ങനെ നമ്മൾ ആൾക്കാരെ ജയിപ്പിച്ച് വിട്ടിട്ട് എന്താ കാര്യം? നമ്മുടെ പണ്ടത്തെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ ലോകോത്തരമായിരുന്നു. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ ക്ഷണിക്കാൻ പോയ ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ അല്ല, അതിൽ നിന്നൊക്കെ എത്ര ഈ മൂല്യം ചോർന്നു പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നേയും ചില ആൾക്കാർ സ്കൂളിൽ മോശമായിരുന്നു പറഞ്ഞാൽ പ്രഗത്ഭരായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അൽഫോൻസ് കണ്ണന്താനം, അദ്ദേഹം 10ാം ക്ലാസ് തോറ്റെന്നോ അല്ലെങ്കിൽ മിനിമം മാർക്ക് കിട്ടിയെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ആൽബർട്ട് ഐൻസ്റ്റീൻ അതിൻ്റെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സെപ്ഷൻസ് ഉണ്ടാകും. പക്ഷേ ജനറലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്ത് നല്ലൊരു റിസൾട്ട് കാണുന്നവരെ മാത്രം പാസ്സാക്കുക. പിന്നെ ഈ പറഞ്ഞ മാമാങ്കം അത് മനുഷ്യനെ വിഡ്ഢിയാക്കുന്നതാണ്. 1 വർഷം മുഴുവൻ പഠിച്ചിട്ട് പാസ്സാകാത്തവരെ 10 ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ട് എല്ലാവരെയും പാസ്സാക്കുന്ന അങ്ങനെ ഒരു ആവശ്യം തന്നെയാണ്. അതിൻ്റെ ആവശ്യം അവരൊരു ക്ലാസ്സിലും കൂടെ നിൽക്കട്ടെ. അങ്ങനെ പുറകോട്ട് പിന്നിൽ നിന്ന് ഈ ഡിവിഷൻ ഫോളിനും കൂടെയൊക്കെ ഒരു പരിഹാരമാകുന്ന എനിക്ക് തോന്നുന്നത്. താഴത്തെ ക്ലാസ്സുകളിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ
അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ പിള്ളേർ പഠിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അതിനോട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ ഈ സ്കൂൾ വിദ്യാഭ്യാസവും ഉപരി വിദ്യാഭ്യാസവും രണ്ട് തട്ടായിട്ട് കണ്ട് ചിന്തിക്കണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് 30-31 വർഷം സേവനം ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തമായ ആ കാര്യത്തിലൊരു കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ പറഞ്ഞതിനോട് ഒരു പരിധിവരെ യോജിച്ചുകൊണ്ട് ഒരു വിയോജനക്കുറിപ്പാണ് ഞാൻ പറയുന്നത്. 10ാം ക്ലാസ് വരെ കുട്ടികളെ തോൽപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം, ഈ തോൽവി ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഒത്തിരി കുട്ടികൾ കൊഴിഞ്ഞു പോയിരുന്നു. അതൊരു പണ്ടത്തെ നമ്മുടെ കാരണന്മാരുടെ കാലത്ത് അറിയാം, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നവർ വളരെ എണ്ണം കുറവാണ്. അതിന് ശേഷമാണെങ്കിലും ഈ കൊഴിഞ്ഞു പോക്ക് എന്ന് പറഞ്ഞാൽ തോറ്റ് കഴിയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ള ഒരു മനോഭാവത്തിലെത്തുകയും അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു അടിത്തറയായി കണ്ടുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ ജീവിത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും സാമാന്യമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുമുള്ള ഒരു അടിത്തറയായി മാത്രം കാണേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കേരളത്തിൽ SSLC പരീക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്നാണ് നമ്മുടെ പൊതുസമൂഹം മുഴുവൻ. നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കുക, SSLCയുടെ റിസൾട്ട് വരുന്നത് ഇപ്പോൾ അതിന് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഭയങ്കരമായ പ്രാധാന്യമാണ്. ഇപ്പോൾ ഈ +2 സ്കൂളുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ SSLC എന്ന് പറയുന്നത് ഒരു കടമ്പ കടക്കാനുള്ള ഒരു ചവിട്ടുപടി മാത്രമേ ഉള്ളൂ. അതൊരു സാമാന്യ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടമാണ്. പിന്നെ സ്പെഷ്യലൈസേഷന് തിരിയുന്നതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ ഇല്ലാത്തതൊരു വലിയ പ്രശ്നമാണ്. സാമാന്യ ജനത്തിനുമില്ല, അത് ഭരണാധികാരികൾക്കുമില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ കൊഴിഞ്ഞുപോക്കില്ലാതെ 10ാം ക്ലാസ് വരെ സാമാന്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം തെറ്റുകൂടാതെ എഴുതിയാലെന്നൊക്കെ പറയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് സാധാരണ ജനങ്ങളെല്ലാം വരട്ടെ. പക്ഷേ അവിടെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ അടിവരയിട്ട് യോജിക്കുകയാണ്. ഈ നിലവാരം തീർച്ചയായിട്ടും അളക്കപ്പെടണം, പരീക്ഷകൾ കൃത്യമായും വേണം. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഓർക്കുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്ക് തോന്നുന്നു SSLC പരീക്ഷ മുതൽ മോഡറേഷൻ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. മോഡറേഷൻ അപ്പോൾ മിനിമം മാർക്ക് 30%, 35% ആയിക്കോട്ടെ, അത് എത്തുന്നില്ലാത്തയാണ് ആ കൃത്യം മാർക്ക്. ഒരു മാർക്ക് പോലും കൂടും. ഇപ്പോഴത്തെ പോലെ കണ്ടിന്യൂസ് വാല്യുവേഷൻ എന്നും പറഞ്ഞ് 10-20 മാർക്ക് ചുമ്മാ കൊടുക്കുന്ന പരിപാടിയല്ല. ആ മിനിമം മാർക്ക് എത്താനായിട്ടുള്ളത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ മോഡറേഷൻ വഴി എത്തിയതാണോ എഴുതി കിട്ടിയതാണോ എന്ന് ഏത് സാമാന്യ മനുഷ്യനും മനസ്സിലാവും. അപ്പോൾ പണ്ട് SSLCക്ക് അങ്ങനെ ഈ മോഡറേഷൻ കിട്ടി ജയിക്കുന്ന കുട്ടികൾ 210 നമ്മുടെ കാലത്ത് 210 മാർക്കാണ്. 210 യഥാർത്ഥത്തിൽ തോറ്റവനാണ്. ജയിച്ച സർട്ടിഫിക്കറ്റ് കൊടുത്ത് തോറ്റവന് നിൽക്കുന്ന ആ ഒരു സമ്പ്രദായം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ, ആ മിനിമം മാർക്ക് 30% എന്നുള്ളതിന് മുകളിലേക്ക് കഴിവുള്ളവൻ പഠിക്കുന്നതിനനുസരിച്ച് ഇന്ന് +A മുഴുവൻ മാർക്കെന്നൊക്കെ പറയുന്നതിന് യാതൊരു ക്വാളിറ്റി ഇല്ലാതെയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആയിരിക്കണം. എഴുതിയതിന് മാത്രം മാർക്ക് കൊടുക്കുക, ശരിയായ ഉത്തരത്തിന് മാത്രം മാർക്ക് കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ വാല്യുവേഷൻ നടത്തി കഴിഞ്ഞിട്ട് ജയിക്കാൻ എത്തുന്നില്ലെങ്കിൽ മോഡറേഷൻ കൊടുത്ത് ജയിപ്പിക്കുക. 10ാം ക്ലാസ് അടുത്തതിനുള്ളൊരു തുടർച്ചയായിട്ട്. അപ്പോൾ 210 അടുത്ത കോഴ്സിലേക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ള ഇല്ല, അവന് ഏറ്റവും പുറകിൽ പോവും. ഇന്നിപ്പം A+ കിട്ടിയവനും സ്വാധീനം ചെലുത്തിയാലേ അഡ്മിഷൻ കിട്ടും എന്നുള്ള ഒരു രീതിയിലേക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കൊക്കെ സീറ്റ് അന്വേഷിച്ച് പിറക്കം പായുന്ന ആളുകളെ കാണുന്ന സ്ഥലത്തിൽ അത് ശരിക്കും കോമ്പറ്റീവായിട്ട് മാർക്കിട്ട് വരികയാണെങ്കിൽ ഏറ്റവും കഴിവുള്ളവൻ ടോപ്പിൽ വരും. ഇതിപ്പോൾ A+ കിട്ടിയാലും ഒരു ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷ നല്ല രീതിയിൽ നടത്തണം, വാല്യുവേഷൻ നല്ല സ്ട്രിക്റ്റായിട്ട്. ഇതെനിക്ക് തോന്നുന്നു ഈ +2 പ്രീ ഡിഗ്രി കോളേജിലായിരുന്നപ്പം നല്ല രീതിയിൽ മാർക്ക്, അന്ന് വിജയശതമാനം കുറവായിരുന്നു, നല്ല രീതിയിൽ മാർക്കിട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ +2 അധ്യാപകർ പോലും ഇപ്പം പരിതപിക്കുകയാണ്. ഈ പിന്നെ ചുമ്മാ വാരിക്കൊരു മാർക്കിട്ട് കൊടുത്ത് മാർക്കിന് യാതൊരു വിലയില്ല. അപ്പോൾ അവൻ്റെ ഈ ഗുണനിലവാരം ശരിക്കും അളക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
സാറ് പറഞ്ഞത് തന്നെയാണ് നമ്മളെല്ലാം പറയുന്നത്. ഒരു വഴി ഒരു പാർട്ടി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ നമ്മുടെ ഈ ഗ്രേഡ് സംവിധാനം ഇപ്പോഴത്തെ ഉള്ള A+, B, ആ ഒരു സമ്പ്രദായം തന്നെ ഈ ശരിയായിട്ടുള്ള നമ്മുടെ ഈ എന്നാ പറയുന്നത് ഇവാലുവേഷൻ്റെ ക്ലാരിറ്റിയെ ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും അതൊരു പ്രശ്നമല്ലേ അത് വാലുവേറ്റ് നടക്കുന്ന മാർക്ക് വേണം. ഈ മാർക്ക് അതായത് മാർക്കാണ് അതിനകത്തെ ഒരു ഇത്. അത് ഏത് തരത്തിലുള്ള ഇപ്പം ഇത് നമ്മൾ കാണാതെ പഠിച്ച് എഴുതി ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു സമ്പ്രദായമൊക്കെയാണ് നമുക്കുള്ളതെങ്കിൽ അതിന് മാറ്റപ്പെടേണ്ടതാണ്. എന്നാൽ പോലും എന്ത് മാനദണ്ഡത്തിനാണെന്ന് പറഞ്ഞാലും ഒരു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പോകാതെ ഈ ഗ്രേഡിനെ ബേസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി തെറ്റാണെന്ന് നമുക്ക് ശരിക്കും ആ കുട്ടിക്ക് പോലും B+ എന്ന് പറയുമ്പോഴത്തേനും B എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് 50 മാർക്ക് എൻ്റെ എബോവ് എന്ന് പറയുന്നുണ്ട്. അത് 50 ആണോ 52 ആണോ 55 ആണോ C എന്ന് A എന്ന് B+ എന്ന് പറയുമ്പോൾ 60 അങ്ങനെ ഒരു ഇത് വരുന്നതിനൊക്കെ നല്ലത്. അവൻ 60 മാർക്ക് കിട്ടി. നമ്മളൊക്കെ കാലത്ത് SLCക്ക് 410 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 210 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 350 മാർക്ക് കിട്ടി. അങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു വ്യക്തത ഈ ഗ്രേഡിനകത്ത് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതാ ഞാൻ ആ ഗ്രേഡിൻ്റെ സാർ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഗ്രേഡിങ് നിർത്തിയിട്ട് ശരിക്കും പരീക്ഷ നടത്തി മാർക്ക് അതിൽ ഈ ജയിക്കാൻ വേണ്ട മാർക്ക് മാത്രം മോഡറേഷൻ എന്നുള്ള രീതി കൊടുക്കും. അപ്പം മോഡറേഷൻ കൊടുക്കുമ്പം 10 മാർക്കേ ഒരാൾ കിട്ടിയുള്ളൂ എന്ന് വെച്ചു. 10 മാർക്ക് കിട്ടുന്ന ഒരുത്തിന് ബാക്കി 200 മാർക്കും കൂടെ മോഡറേഷൻ കൊടുത്ത് ജയിപ്പിക്കണമെന്നാണ് സാർ പറയുന്നത്. അല്ല, ഓരോ പേപ്പറിന് ഇപ്പം അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ അങ്ങനെയല്ല സാറേ. നമുക്ക് ഇതില് സാറ് പറഞ്ഞല്ലോ ഈ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കണം. എന്നിട്ടൊരു ഇത് കൊടുക്കുക. നമുക്ക് കിട്ടുന്ന മാർക്കിന്റെ ഒരു 10%. 190 മാർക്ക് കിട്ടിയാൽ 19 മാർക്ക് കൂട്ടി. അതാണ് ഒരു ഈ മോഡറേഷൻ കൊടുക്കുന്നതിനും ഒരു ലിമിറ്റ് വേണ്ടെന്നാണ്. നേരത്തെ ഉണ്ടായിരുന്നു. ഒരു കിട്ടുന്ന മാർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിജയ ശതമാനം എന്ന് പറയുന്ന ഇത് നേരെ താന്നിട്ട് ഒരു 50%-ലേക്കോ അല്ല 55%-ലേക്കും വിജയ ശതമാനം താഴും. ഈ പറഞ്ഞ രീതിയിലാണ് വരുന്നത്. താഴും. ഇപ്പൊ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ വിജയ ശതമാനം കുറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഒരു കുറവ് പോലെയാണ്. അത് ഗവൺമെന്റിന്റെ ഗ്രേസ് ആയിട്ട് കാണുവാണ് വിജയ ശതമാനം കൂട്ടുന്നത്. അവിടെയാണ് തെറ്റ്, തകരാറ് സംഭവിച്ചത്. അതായത് എന്റെ കാലത്ത് വിദ്യാർത്ഥികൾ മുഴുവൻ 10ാം ക്ലാസ് ജയിച്ചു. സത്യം സാർ പറഞ്ഞാൽ 10ാം ക്ലാസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും അല്ല. +2 മിനിമം ക്വാളിഫിക്കേഷനായിട്ട് ഇവിടുത്തെ സർവ്വസാധന നമ്മുടെ PSC ടെസ്റ്റിനകത്തും മറ്റു കാര്യങ്ങൾക്കും മുഴുവൻ കാര്യങ്ങൾക്കും +2 ഇവിടുത്തെ മിനിമം. ഡ്രൈവിംഗ് ലൈസൻസിന് മാത്രമേ ഉള്ളൂ 10ാം ക്ലാസ്. ബാക്കി മുഴുവൻ്റെ അടിസ്ഥാന യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞാൽ +2 ആയിട്ട് മാറി. മാറിയ സമയത്ത് ഈ SSLCക്ക് ഇതുപോലെ വലിയ ആഡംബരം നടത്തി ഈ പോലീസുകാരെ കൊണ്ട് നിർത്തി വലിയ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കി SSLC പരീക്ഷ നടത്തി ഈ മുഴുവൻ പിള്ളേരെയും ജയിപ്പിച്ചു വിടേണ്ട വലിയ കാര്യം അതിൻ്റെ വേണ്ടി ഇത്ര കോടിക്കണക്കിന് രൂപ മുടക്കേണ്ടതുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടാണ്. അതിൽ വേറൊരു കാര്യമുണ്ട് സാറേ. നമ്മൾ ഈ SLC എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ഒരു എവാലുവേഷൻ, അവരെ എവാലുവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഗതി തന്നെ മാറുന്നത്. അവരെന്തിലേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെക്ക് അല്ല, ഞാൻ പറഞ്ഞ പരീക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഈ മാർക്ക് സിസ്റ്റത്തിലേക്ക് വരണം, മാർക്ക് സിസ്റ്റത്തിലോട്ട് വരണം. അല്ലെങ്കിൽ പിന്നെ ഈ 100% ആളുകൾ ജയിപ്പിക്കാനാണെങ്കിൽ എന്തിനാണ് ഈ പറഞ്ഞ സംവിധാനം എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഈ വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഗ്രേഡ് പോയിന്റ് GPA OGPA എന്നൊക്കെ പറഞ്ഞാൽ പോലും അവിടെ ഗ്രേഡ് ഉണ്ട്. ഇപ്പം 4 ഇത്ര പോയിന്റ് 2.7 അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതുണ്ട്, മാർക്ക് ഉണ്ട്. നമ്മുടെ ഇവിടെയാണത് മാർക്കില്ലാത്ത, ഗ്രേഡ് മാത്രമേ ഉള്ളൂ. മാറിയിട്ട് മാർക്കിലോട്ട് വരണം. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഈ പാസ്സാകുക, SLC പാസ്സാകുക എന്ന് പറഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു സർട്ടിഫിക്കറ്റ്, അവരിത് എലിജിബിൾ ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടി. ഇതുപോലെ എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ കിട്ടുന്ന ഒരു ഇത്, അതിനൊരു മോഡറേഷൻ കൊടുക്കുന്ന പറഞ്ഞ പോലെ സാറ് പറഞ്ഞ ആ രീതിയിൽ കുഴപ്പമില്ല. കാരണം അവർ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആക്കിയിട്ട് അവർക്ക് കിട്ടുന്ന മാർക്കിൻ്റെ ഒരു ഇത്ര % കൂടെ കൂട്ടി കൊടുത്താൽ അവരൊന്ന് പാസ്സായി പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം എത്ര കുറഞ്ഞാലും അവരെ ജയിപ്പിച്ച് വിടുക എന്നുള്ളത് അർത്ഥമാക്കുന്നില്ല. നമ്മുടെ കിട്ടുന്നതിൻ്റെ % കൂടെ കൂട്ടിയിട്ട് മോഡറേഷൻ കൊടുത്ത് അവരെ പാസ്സാക്കി വിടാം. അവർ അടുത്ത ഇതിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ടോ വേറെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ മാറിപ്പോകും. പിന്നെ അടുത്ത നല്ല മാർക്ക് കിട്ടുന്നവർ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഈ
സൈഡിലേക്ക് പോകുന്നവരെ ഉൾക്കൊള്ളാനുള്ള കുറേ ടെക്നിക്കൽ കോഴ്സുകൾ ഒക്കെ നമ്മൾ കണ്ടെത്തി. അവരെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കില്ല അവരെ ഒരിക്കലും. പണ്ടത്തെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാർ അവരുടെ പ്രശ്നം, അതായത് 10ാം ക്ലാസ് തോക്കുന്നവനെ ഉപേക്ഷിക്കുമായിരുന്നു. അതെ. പിന്നെ അവൻ വേണേൽ ട്യൂട്ടോർ കോളേജിലോ പാരലൽ കോളേജിലോ എവിടെയെങ്കിലും പോയിട്ട് അവൻ്റെ ജീവിതം ജീവിതം വഹിക്കുകയും അങ്ങനെയാണ് ഈ കൊഴിഞ്ഞു പോക്കും മറ്റു കാര്യങ്ങളൊക്കെ വരികയും വീട്ടിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടും നാണക്കേട് കൊണ്ടും പുറത്തിറങ്ങാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് അവനെ ഗവൺമെൻറ് ഉപേക്ഷിക്കാൻ പാടില്ല. ഗവൺമെൻറ് സിസ്റ്റം തന്നെ അവനോടൊപ്പം ഉണ്ടാവണം. അവന് പ്രാപ്യമായ എന്താണോ അവന് ബാക്കി പഠിക്കാൻ പറ്റുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളും അവൻ്റെ ട്രസ്റ്റ് അറിഞ്ഞുകൊണ്ടുള്ള അഭിരുചിക്ക് അനുസൃതമായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ തെങ്ങ് കയറാനായിരിക്കും അവനിഷ്ടം, അതിനനുസരിച്ചുള്ള കോച്ചിങ് കൊടുക്കണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കണം. ചിലപ്പം വെൽഡിംഗ് ആയിരിക്കും അവനിഷ്ടം, ചിലപ്പോൾ ഡ്രൈവിംഗ് ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ വയറിംഗ് ആയിരിക്കും. ഇന്നത്തെ കാലത്ത് ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തേലും ക്ഷാമം നേരിടുന്നൊരു കാലഘട്ടമുള്ളത്. വയറിങ്, പ്ലംബിങ് അതുപോലുള്ള ഈ ടെക്നിക്കൽ മേഖലകളിൽ ജോലി ചെയ്യാവുന്ന ആളുകളുടെ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഈ പറഞ്ഞ ഡിഗ്രി എടുത്ത് MBAയും പഠിച്ച് BBAയും പഠിച്ച് പണിയില്ലാതെ നടക്കുമ്പോൾ ഇത്തരം മേഖലകളിൽ തൊഴിലെടുക്കാൻ ആളുകൾക്ക് പറ്റുന്നില്ല. ആളുകളില്ല. ഉണ്ടോ? വളരെ ആളുകൾ കുറവാണ്. അവനെ ആ അഭിരുചിക്ക് അനുസരിച്ച് പഠിപ്പിച്ച് ഇപ്പോഴത്തെ ITIയോ അല്ലെങ്കിൽ പോളിടെക്നിക്കോ പോലുള്ള കാര്യങ്ങളെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അവരെ സൗജന്യമായിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അവരെയും കൂടെ കൂട്ടത്ത് ചേർന്ന് നിർത്തണം. നീ കൊഴിഞ്ഞു പോക്കെന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് കൊഴിഞ്ഞു പോക്കുണ്ടാകുന്നത്. അപ്പം ആ സിനേറിയോ തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പം അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഈ സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്ത് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകൾ തോപ്പിക്കുമ്പം തോറ്റ കുട്ടികൾക്ക് 1-2 വർഷമൊക്കെ തോറ്റ് കഴിയുമ്പോൾ പിന്നെ സ്കൂളിലേക്ക് പോകാൻ ഒരു വൈമുഖ്യവും കൂടെ അതിനകത്തൊരു ഘടകമായിട്ട് വരും. 3 വർഷം അടുപ്പിച്ച് തോപ്പിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല സാറേ. അത് ശരിക്കും വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചില പിന്നെ MR ആയിട്ടുള്ള കുട്ടികളോ അങ്ങനെയുള്ള ഓട്ടിസം ബാധിച്ച അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെ വരുന്നില്ല. സാധാരണ ഒരു മിനിമം IQ ഉള്ള കുട്ടികളൊക്കെ 1 വർഷം 2 വർഷം കൊണ്ട് കയറി. പിന്നെ ഇത് വാല്യുവേഷൻ സിസ്റ്റം അവർ ശ്രമിക്കും സാറേ. എനിക്ക് അടുത്ത തവണ ജയിക്കണം എന്നുള്ള രീതിയിൽ ശ്രമിക്കും. ഇപ്പം ഒന്നും പഠിച്ചില്ലെങ്കിലും ജയിക്കും എന്നുള്ളപ്പോഴാണ് ശ്രമം ഇല്ലാതെ വരുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് കുട്ടികളെ നോക്കിയോളൂ. കുട്ടികൾക്ക് അല്ല അവരോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും പഠിക്കണ്ടേ എന്നൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ അറിയാം എനിക്ക് A+ ആണ് ഗ്രേഡ്, പിന്നെ എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം നന്നായിട്ട് ഒരുമാതിരി ഒരു എബോ ആവറേജ് പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഇന്ന് എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ള ഒരാവശ്യം ഇല്ല. ഈ പഠിക്കുന്നത് മാത്രമല്ല, ക്രിയേറ്റീവ് തിങ്കിങ് വരുന്നത് ഇങ്ങനെ ഇതിനെ ശ്രമിക്കുമ്പോഴാണ്. ഈ ഇവരുടെ വായന കൂടുതൽ. അതെ. പിന്നെ ഇങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ഒരു അതിനെക്കുറിച്ച് ക്രിയേറ്റീവ് തിങ്കിങ്. നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ പഠന രീതിക്കും വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഇപ്പം അനലൈസ് ചെയ്ത് കാര്യങ്ങളെ അതിനെ അപഗ്രഥിച്ചെടുത്തിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള സിലബസുകളൊക്കെയാണ് ഇപ്പം CBSE-യിലൊക്കെ വന്നിരിക്കുന്നത്. അതെ, ആ രീതിയിലേക്കാണ് വന്നിരിക്കും. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നത് കണ്ടായിരുന്നു. ഇപ്പോൾ CBSE അതിനുവേണ്ടി തന്നെ ഒരു സിലബസ് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അനലൈസ് ചെയ്തിട്ട് കുട്ടികളിലെ ക്രിയേറ്റിവിറ്റി പ്രോത്സാഹിപ്പിച്ചെടുത്ത് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഇവർക്ക് കൂടുതൽ വായിക്കാനും ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. എന്ന് പറഞ്ഞ് ഒരു ക്രിയേറ്റിവിറ്റിയും ഉണ്ടാക്കാനും നല്ലപോലെ ക്രിയേറ്റിവിറ്റി ഉള്ളതിനെ ഒരുപോലെ പാസ്സാക്കി വിടുന്ന ആ സമ്പ്രദായം നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റും. ഒരു വേർതിരിവിന് ഉള്ള സാധ്യത ഇപ്പോൾ ഇല്ല. അതാണ് ശരിക്കും നല്ലൊരു പരീക്ഷയും നല്ലൊരു വാല്യുവേഷനും ഉണ്ടായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഓരോരുത്തരും ഓരോ വിഷയത്തിലും കിട്ടുന്ന ഇതിപ്പോൾ എല്ലാതും ഫുൾ A+ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയവും ഒരുപോലെ എന്നുള്ള രീതി വരും. അതല്ല, ഒരാൾക്ക് കഴിവ് കൂടുതലുള്ളതിനകത്ത് മാർക്ക് കൂടുതലുണ്ടാവും. കഴിവ് അതിനകത്ത് ടേസ്റ്റ് കുറവുള്ള ഒരാളിന് ഏതെങ്കിലും ഒരു വിഷയത്തിലുണ്ടെങ്കിൽ അതിൽ കുറവായിരിക്കാം. അപ്പോൾ അവർക്ക് തന്നെ ഇതാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഈ വിഷയം നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും എന്ന് മാതാപിതാക്കൾക്കും മനസ്സിലാവും, കുട്ടികൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ഈ ഫുൾ A+ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാവി ഡിസൈൻ ചെയ്യുന്ന മിക്കവാറും മാതാപിതാക്കളാണ്. അവരുടെ ടേസ്റ്റ് മിക്കവാറും നോക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അവർക്ക് പിന്നെ അതിലേക്ക് അവർ പഠിച്ചൊക്കെ വരുമായിരിക്കും, പക്ഷെ അവർക്ക് അതിൽ ഉൾക്കൊള്ളുവാനോ അതിൽ ശോഭിക്കാനോ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഒരു അനുഭവമാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. നമ്മുടെ ഇവിടുത്തെ ഈ പ്രാവശ്യം അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത് ഇവനെ സയൻസേ പഠിക്കുന്നുള്ളൂ. കൊച്ചിന് സയൻസ് ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ചുകൂടെ അവന് താല്പര്യം കൊമേഴ്സിനോടൊക്കെ ആണെങ്കിൽ പോലും, അല്ല ഇവൻ നാച്ചുറൽ സയൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ, കമ്പ്യൂട്ടർ സയൻസ് പോലും വേണ്ട.
മാതാപിതാക്കളാണ് തീരുമാനിക്കുന്നത്. അവിടെ ഇവിടെ നാച്ചുറൽ സയൻസ് കിട്ടാത്തവരത് കൊണ്ട് ഇവിടുന്ന് ആ കൊച്ചു പറഞ്ഞു എന്നാൽ എനിക്ക് ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് മതി എന്ന് ആ കൊച്ചു പറയുന്നുണ്ട്. അത് സമ്മതിക്കാതെ മാതാപിതാക്കൾ നിർബന്ധിച്ച് ഇവിടുന്ന് പ്രൈവറ്റ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് ആ കൊച്ചിനെ നാച്ചുറൽ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതെൻ്റെ ടേസ്റ്റ് അതാണോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, ഒരു മാത്സ് ഇഷ്ടമുള്ള ഒരാളെ നിർബന്ധിച്ച് മെഡിസിന് വിട്ടു. അത് വളരെ ലേറ്റായിട്ടാണ് പാസ്സായേ. അത് കഴിഞ്ഞ് അവർ നിർബന്ധിച്ച് മറ്റേ ഇതില്ലേ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് വിട്ടു. 5-6 വർഷം എഴുതിയിട്ടും കിട്ടിയില്ല. എത്ര വർഷം അവരുടെ നഷ്ടപ്പെടുന്നത്. എന്നാൽ മറ്റൊരു IIT അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അവർ പാസ്സായ ഉടനെ ചിലപ്പോൾ ഈ സിവിൽ സർവീസിനും കിട്ടിയെന്നിരിക്കും. അത്രേ ഇതൊക്കെയാണ് അങ്ങനെ. അല്ല, വിദ്യാഭ്യാസം ഉള്ളവർ പോലും ഇതാണ് ചെയ്യുന്നത്. സമൂഹം മാറണം, സിസ്റ്റം മാറണം. നമുക്ക് ഈ സമയമാറ്റത്തിൻ്റെ ഒരു കാര്യവും മന്ത്രി എന്ന് പറഞ്ഞു, അതും കൂടെ ഒന്ന് ചർച്ച ചെയ്തു പോവാം. നമ്മുടെ അതെ. അതിനകത്ത് പുള്ളി ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വേനൽ ഇപ്പോഴത്തെ കുറേ ഈ മേഘസ്ഫോടനവും ഭയങ്കര പ്രളയവും ഒക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേനൽക്കാലത്തിനേക്കാളും രൂക്ഷമാണ് മഴക്കാലത്തെ ഒരവസ്ഥ. അതുമാത്രമല്ല, ജൂൺ ജൂലൈ മാസങ്ങളിൽ എത്രയോ ദിവസങ്ങൾ, ഈ വർഷം തന്നെ എത്ര പ്രവൃത്തി ദിവസങ്ങൾ സ്കൂളിന് അവധിയായെന്നുള്ളത് നമ്മളിപ്പോൾ സ്കൂളിൽ ഏകദേശം അറിയാമായിരിക്കും. അപ്പം നമ്മൾ കാഷ്വലായിട്ട് ഇങ്ങനെ അവധി എന്ന് കാണുന്നതേ ഉള്ളൂ. ഇത് സ്കൂളിന് എത്രയോ ദിവസം അവധി കൊടുക്കേണ്ടി വരുന്നു. അതേസമയം വേനൽക്കാലത്താണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല എന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ അത് പ്രായോഗികമായിട്ട് വരുമ്പോൾ അതിന് ഒത്തിരി പ്രശ്നമുണ്ട്. ഇതിനകത്ത് കേരളത്തിൽ മാത്രമാണ് ഈ സമയത്ത് കാലവർഷവും പ്രളയവും ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ ഓൾ ഇന്ത്യ ബേസിൽ നോക്കുക, മറ്റേ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ കേരളത്തിൽ മാത്രമല്ലല്ലോ തുടർന്ന് ഉള്ള ഇതിനൊക്കെ പോവുക. അപ്പോൾ സ്കൂളിലെ വെക്കേഷൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് SSLCക്ക് ശേഷവും അതുപോലെ ഓരോ കോഴ്സിന് ശേഷവും മറ്റൊരു കോഴ്സിന് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ 2 മാസത്തെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് അവരെ ഗുരുതരമായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതത്ര പ്രായോഗികമായി. പിന്നെ അപ്പോൾ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. ഇതിനൊരു അനിശ്ചിതത്വമുണ്ട്. ഇതിപ്പോൾ ഈ വർഷം ജൂൺ മാസത്തിലാണ് കൂടുതൽ മഴ പെയ്തതെന്ന് വിചാരിച്ച് അടുത്ത വർഷം ജൂൺ മാസത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. 2-3 വർഷം മുമ്പ് ഓഗസ്റ്റ് മതി. ഈ വർഷമല്ല, ഈ വർഷം മാത്രമാണ് ജൂണിലും ജൂലൈയിലും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്യുന്നത്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞിട്ട് മുമ്പത്തെ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഓഗസ്റ്റിലാണ് മഴ തുടങ്ങിയത്. ജൂലൈ പ്രളയങ്ങളുണ്ടായത് മുഴുവൻ ഓഗസ്റ്റ് മാസത്തിലാണ്. അല്ല, എനിക്കത് തീരെ മോശമായിട്ട് തോന്നിയില്ല സജഷൻ. അത് കുറച്ചൊരു ചിന്തിക്കേണ്ട ഒരു ഇതാണ്. കാരണം ഇതിലൊരു ബുദ്ധിമുട്ട് വരുന്ന ഈ 2 മാസം അവധി കണ്ടുകൊണ്ട് ഇപ്പം വിദേശങ്ങളിലൊക്കെ പേരൻസ് ഉള്ളത് മക്കൾ അവിടെ പോയി അവരുടെ കൂടെ 2 മാസം നിൽക്കുന്നു എന്നുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയാം. മാർച്ച് അവസാനം പരീക്ഷയൊക്കെ എഴുതുന്നു, ഒരു 15 ദിവസത്തെ ഫുൾ അവധി കൊടുക്കുക, ഒരു ഏപ്രിൽ 15 വരെ. പിന്നെ ഏപ്രിൽ 15 തൊട്ട് 2 മാസം, അതായത് ജൂൺ 15 വരെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ക്ലാസ്. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് പറയുകയാണേ. അപ്പം ഓൾട്ടർനേറ്റ് ഡേയ്സ് ക്ലാസ്, ഇപ്പം മൺഡേ ക്ലാസ് ഉണ്ട്, ട്യൂസ്ഡേ ഇല്ല, ബുധനുണ്ട്. ഇപ്പം മൺഡേ മഴയാണെങ്കിൽ ഈ ക്ലാസ് ചൊവ്വാഴ്ചത്തേന് മാറ്റി വെക്കാൻ പറ്റും. അവിടെ ക്ലാസ് നഷ്ടപ്പെടുന്നില്ല. ഈ ചൊവ്വായും ഏപ്രിൽ മാസം തൊട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ 15 തൊട്ട്. ഏപ്രിൽ 15 തൊട്ട് അല്ല, അന്നേരം വേനലുണ്ടല്ലോ. വേനൽക്ക് ആൾക്കാർക്ക് ക്ഷീണം വരും, ഒരു ദിവസം റെസ്റ്റ് എടുക്കാം, അടുത്ത ദിവസം ക്ലാസ്സിൽ പോയാൽ മതി. അപ്പം കൂടുതൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റും ആ മഴ ഏപ്രിൽ 15 വരെ. അപ്പോൾ 1 മാസം, 2 മാസത്തെ അവധി 1 മാസമായിട്ട് മാറും. അപ്പം ആദ്യത്തെ 15 കൂടെ 1.5 മാസം. ഇനി ജൂൺ 15 തൊട്ട് ഓഗസ്റ്റ് വരെ ബാക്കി 15 ദിവസം അത് ഓപ്ഷനിലാക്കണം. അപ്പം കൂടുതൽ മഴ വന്നാൽ അന്നേരം കളക്ടർക്ക് അവധി കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ആ 15 ദിവസത്തിൽ 3 ദിവസം മാനേജ്മെൻറ്റിനും കൊടുക്കാം. ഒരു നല്ല ഫംഗ്ഷൻ വരുന്നു, അപ്പം ഒരു സ്കൂൾ അവധി കൊടുക്കണമെന്നെങ്കിൽ അവർക്ക് ആ സ്കൂൾ മാനേജർക്ക് അവധി കൊടുക്കാം, അല്ലെങ്കിൽ ഈ 15 ദിവസം കളക്ടർക്ക് അവധി കൊടുക്കാവുന്ന രീതിയിലാക്കുക. ഇപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു യുവജനോത്സവം വരുന്നു. ഈ പിള്ളേരെ ഒരു ക്ലാസ്സിലെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം പിള്ളേരെ എടുത്ത് പ്രോഗ്രാമിന് പ്രാക്ടീസിനൊക്കെ പോകുന്നു ക്ലാസ് സമയത്ത്. അവർക്ക് ക്ലാസ് ടീച്ചർ ചെല്ലുമ്പം ഒരു 20% 30% പിള്ളേരൊക്കെ ഉള്ളൂ. അതുപോലെ SPC NCC ഒക്കെ സ്കൂൾ സമയത്ത് തന്നെ പിള്ളേരെ ഇറക്കി ചെയ്യുന്നു. ക്ലാസ് പിള്ളേരില്ല, ടീച്ചർമാർക്ക് പോർഷൻ തീർക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും വേണം, എന്നാൽ പിള്ളേർ ഒക്കെ ആ ക്ലാസ് കിട്ടാതെയും പോകും. അങ്ങനെ ഒരു ഡിലമയുണ്ട്. അപ്പം ഇടയ്ക്കൊരു ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ പരിപാടികളൊക്കെ ചെയ്യാം. ഇവരുടെ ഈ കോച്ചിങ്ങും
കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അത് ഇഷ്ടമുള്ളവർ മാത്രം ആ ദിവസം വന്നാൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് അത് ഇതിൽ മോഡിഫിക്കേഷൻസ് ആക്കുക. എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം സാറ് പറയുന്നത് ഒരു വർഷത്തിൽ 15 ദിവസം മതി, 15 ദിവസം കണ്ടിന്യൂസ് വെക്കേഷൻ എന്ന് പറയുന്നത് 15 ദിവസം മതി. ബാക്കിയുള്ള ദിവസങ്ങൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസിനനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും അവധി കൊടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് സാറ് പറയുന്നത് അല്ലേ? അതല്ലേ അന്തസത്ത? അതല്ലേ 15 ദിവസം കൊടുക്കാൻ മതി. അതായത് ഏപ്രിൽ 1 തൊട്ട് നല്ല ചൂടിന്റെ കാലമായിരിക്കും അത്. അതാണ് പിന്നെ ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ആഗോളതാപനം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ചൂട് ഓരോ വർഷം ചെല്ലുന്തോറും ചൂട് കൂടി വരുവാണ്. ഈ ചൂട് കാലാവസ്ഥയിലുള്ള അധ്യാപനം എന്ന് പറഞ്ഞാലും പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഭയങ്കരമായ ഒരു വിഷമമാണ്. മധ്യവേനൽ അവധി എന്നാണ് നമ്മൾ അതിനെ പേരിട്ടിരിക്കുന്നത് തന്നെ. സമ്മർ വെക്കേഷൻ എന്നാണ് പറയുന്നത്. ലോകം സമ്മറാണ്. സമ്മർ സീസണിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഭയങ്കര ദുരന്തമാണ്. പഠിച്ചാൽ ഗ്രാസ്പ് ചെയ്യാനും പറ്റത്തില്ല കുട്ടികൾക്ക്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചൂടുകാലം വരുമ്പോൾ തന്നെ അവർ ഈ പറഞ്ഞ റിക്രിയേഷനിലേക്ക് വീട്ടിലേക്ക് പോകാനും മറ്റു കാര്യങ്ങളിലേക്കാനും ഈ സൂര്യാതാപം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വേനൽക്കാലത്ത് പഠിപ്പിച്ച് കുട്ടികളെ ഈ ചൂടത്ത് ഇറക്കി വിടുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യക്കുറവുണ്ട്. ഞാൻ ചൂടിനെ വെറുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം. കുട്ടികൾ ഈ മദ്യവേനലിന് കൊടുത്തുന്ന ആരെങ്കിലും വീട്ടിലിരിക്കുന്നുണ്ടോ? എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാൻ. ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ചൂടിൻ്റെ ഇതുണ്ടെങ്കിൽ ഒരു ദിവസം വിശ്രമിക്കാനുള്ള സമയമുണ്ട്. അതെ, ഈ 2 മാസക്കാലത്തെ മധ്യവേനൽ അവധി കുട്ടികളുടെ മനസ്സിന് അവരുടെ മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടും അവരുടെ മറ്റു റിക്രിയേഷൻസിന് വേണ്ടിയിട്ടാണെന്നാണല്ലോ വെപ്പ്. 2 മാസം എല്ലാ കുട്ടികൾക്കും കൊടുക്കുക. 10 മാസത്തെ അധ്യായം 2 മാസത്തെ വെക്കേഷൻ കൊടുത്ത് അവരുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാന്നുള്ളതാണല്ലോ. ഈ സാറ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഒരിക്കലും മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒന്നരാട ദിവസം പോയാൽ ഇവർക്ക് ഒരു ഫീൽ ചെയ്യൂ. സ്റ്റീരിയോ ടൈപ്പിംഗ് ആയിട്ട് നമ്മൾ ഇത്രയും നമ്മുടെ ചെറുപ്പം തൊട്ട് ഇത്രയും കാലം കണ്ടത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടുപഠിച്ചത് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞത് മറ്റു കുഴപ്പമുണ്ടാകാൻ എന്താണോ ശീലിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ജീവിച്ചു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വേറെ ഓപ്ഷൻസ് നോക്കാന്നാ ഞാൻ പറഞ്ഞത്. ഞാനിതിനെ കടകവിരുദ്ധമായിട്ട് നോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തുമല്ല. നമ്മൾ ശീലിച്ചു വന്നത് ആണ് നമുക്ക് പരിചയം. അടുത്ത തലമുറ വേറെന്ത് കാര്യം ശീലിച്ചാൽ അവർക്ക് പരിചയം. അപ്പം അന്നേരം അവരോട് തിരിച്ച് നമ്മൾ ചോദിച്ചാൽ അതല്ല ശരി ഇതാ ശരി എന്ന് അവർ പറയും. കാരണം ഇതിനകത്തെല്ലാം കാലഘട്ടത്തിനനുസരിച്ചും ശീലങ്ങൾക്കനുസരിച്ചും ചിന്താഗതികൾ മറിച്ചു വരും. അല്ല, എന്ത് പരീക്ഷണം വരുത്താനും ശരിക്കും പഠിച്ചിട്ട് ഒരു ചെറിയ ഗ്രൂപ്പിൽ പരീക്ഷിച്ച് അത്ര വേണം. ഒറ്റയടിക്ക് സ്മാർട്ട് മീറ്റർ എല്ലാം കൂടെ ഒരുമിച്ച് മാറ്റുന്നത്. ഇതിനെ പൈലറ്റായിട്ട് ഏതെങ്കിലും ഒരു 10 സ്കൂളിലോ 15 സ്കൂളിലോ പരീക്ഷിച്ച് അതെല്ലാ തരത്തിലുമുള്ള കാലാവസ്ഥയിലുള്ള സ്ഥലങ്ങളിൽ വേണം തന്നെ പരീക്ഷിക്കുക. അത് ഒറ്റയടിക്ക് ഒരിടത്ത് മാത്രം പരീക്ഷിക്കാൻ പറ്റും. ഇടുക്കിയിലും വേണം. സാമ്പിൾ എടുക്കുമ്പോൾ എല്ലാ തരം കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലെ അത് സാമ്പിളൈസ് ചെയ്യണം. സാമ്പിൾ എടുക്കുമ്പോൾ അങ്ങനെ വേണമല്ലോ ഞാൻ. അല്ലാതെ തിരുവനന്തപുരം ജില്ലയിലെ 10 സ്കൂൾ മാത്രം എടുത്താൽ പറ്റില്ല. ഇടുക്കി ജില്ലയിലെ 10 സ്കൂൾ മാത്രം എടുത്താൽ പറ്റില്ല. അതാ പറഞ്ഞേ. അപ്പോൾ എടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്കൂള്, കാസർഗോഡ് നിന്ന് സ്കൂള്, അങ്ങനെ ഒന്നാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂള് വേണം. LP മാത്രമുള്ള സ്കൂൾ വേണം. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഈ സാമ്പിളുകളെ എടുത്തുകൊണ്ട് ഒരു പൈലറ്റായിട്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതുകൊണ്ട് മാറി ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ, മാറ്റമില്ലാത്തത്. മാറി ചിന്തിക്കുന്നത് തെറ്റാണ് നമ്മൾ പറയുന്നില്ല. പക്ഷേ ചൂട് കാലത്ത് പഠിപ്പിക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചൂട് കാലത്തും മഴക്കാലത്ത് ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് അതിൽ അപകടാവസ്ഥയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇടുക്കി പോലുള്ള വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ വലിയ മഴക്കാലത്ത് സ്കൂളിൽ പോകുന്ന അതിലും കണക്കാ വെയിലും കണക്കാ. ഞാൻ പറഞ്ഞത് ചൂടെന്ന് ഇവിടെയൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ വെയിലുള്ള സമയത്ത് പറയുമ്പോൾ സഹിക്കാൻ വരാത്ത ചൂട്, അല്ലാതെ മഴയെന്ന് പറയുമ്പോൾ ഈ മേഘവിസ്ഫോടനം രണ്ടും ചില സ്ഥലങ്ങളിൽ. സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഇതിനൊരു സാധ്യത പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് അപ്പം ആകെ സാറ് പറഞ്ഞതിനകത്തും ഒരു പോലെ 2 മാസത്തെ വെക്കേഷൻ ഇല്ലാതെ ആകുന്നില്ല. പക്ഷേ അത് അന്നേരം ഇതിൻ്റെ സാഹചര്യം അനുസരിച്ച് കുറേ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത് ഈ 2 മാസം 2 മാസത്തെ ഒരു അവധി കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന സമയത്ത് എങ്ങനെയും നാട്ടിൽ 2 ടൂർ പോകാനും നാട്ടിൽ ബന്ധങ്ങളുണ്ടാക്കാനും ഒക്കെ ആണല്ലോ ഈ കുട്ടികൾക്കൊരു ബന്ധു വീട്ടിൽ പോകാനും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെടുത്ത് പോകാനും ഒക്കെ ഉള്ള ഒരു ഫ്രീഡം കിട്ടുന്നതാണ് ഈ 2. നമ്മൾ സ്കൂൾ തലത്തിൽ പണ്ടൊക്കെ നമുക്കറിയാമായിരുന്നു സ്കൂൾ അടച്ച അമ്മ വീട്ടിൽ പോയി 2 മാസം നിൽക്കുക. പക്ഷെ ഇന്നിപ്പോൾ എത്ര ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്? അന്നില്ല, അതില്ല.
മാറിയിട്ടുണ്ട്. കാലം മാറിയിട്ടുണ്ട്. ഇന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്കെൻഡിൽ പേരൻസും കൂട്ടി ഒരു 2 ദിവസം എവിടെയെങ്കിലും പോയി ഒരു ഹോട്ടലിൽ താമസിച്ച് തിരിച്ചു വരുന്നതല്ലാതെ ഇങ്ങനെ പോയി നിൽക്കുന്ന ഒരു 1-2% പിള്ളേരെ വിടാനും പറ്റത്തില്ല. അങ്ങനെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? അല്ല, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ 2 പോയിന്റും ശരിക്കും നല്ലോണക്ക് ഒരു പഠനം നടത്തി, സാമ്പിൾ സർവേയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തി, പരിസ്ഥിതി ആഘാത പഠനം നല്ല പഠനം നടത്തി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. എന്തായാലും ഇതിന് മാറ്റം വരണം എന്നുള്ള കാര്യത്തിൽ ആരും അഭിപ്രായ വ്യത്യാസം കാലോചിതമായ മാറ്റം വരണം. അതിൻ്റെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാലഘട്ടത്തിനനുസരിച്ചും അത് മാറ്റുക എന്നുള്ള കഴിവാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്നത്. അല്ലാതെ മനുഷ്യനല്ലല്ലോ. മനുഷ്യൻ മാത്രമല്ല, ഇങ്ങനെ കാലഘട്ടങ്ങൾക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൻ്റെ ജീവിത രീതിയെയും അവൻ്റെ മറ്റു കാര്യങ്ങളെയും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പൂർണ്ണമായിട്ടും മൊത്തത്തിലൊരു അഴിച്ചുപണിയുടെ ആവശ്യം ഉണ്ട്. സാറിന്ന് കൊണ്ടുവന്ന ഈ സബ്ജക്റ്റ് നമുക്ക് വളരെമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ അടുത്ത തലമുറ ഇനിയെങ്കിലും ഈ കേരളത്തിലും ഇന്ത്യയിലൊക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ട്. കാരണം ഇതുങ്ങളെല്ലാം ഇവിടുന്ന് വിട്ടുപോകുന്നത് ഇവിടുത്തെ പഠിപ്പീരിൻ്റെ കുഴപ്പം കൊണ്ട്. ഇവിടുന്ന് പഠിച്ചിട്ട് വിദേശത്ത് ഇരുന്നവർ പറയുന്നത് ഞങ്ങൾ ഇത്ര നാൾ എന്നാ പഠിച്ചത്, യഥാർത്ഥ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് പറയാത്തവരാരുമില്ല. ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നവരും ബിടെക് കഴിഞ്ഞിട്ട് പോകുന്നവരും MBBS കഴിഞ്ഞിട്ട് പോകുന്നവരും എല്ലാം വിദേശത്തെ രാജ്യത്തെ പഠനത്തിൻ്റെ മേന്മ കൊണ്ട് അവർ ഇപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പഠനമല്ല പഠനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് ഇപ്പം വിദേശ യൂണിവേഴ്സിറ്റികളെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് നമുക്കും അതിനനുസരിച്ച് മാറാൻ കഴിയട്ടെ. നമ്മുടെ സർക്കാരുകൾ അനുസരിച്ച് നിലവാരം ഉയരണം എന്നുള്ള കാര്യത്തിൽ ഇത് ഒരുമാതിരി തട്ടിക്കൂട്ടാണ്. ഇതൊരു തട്ടിക്കൂട്ടാണ്. കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നതാണ്. പഠിക്കുന്നവരൊക്കെ കുറച്ച് പേര് പഠിച്ച് ജയിച്ചു പോകുന്നല്ലാതെ അവസാനിപ്പിക്കാം അല്ലേ? എന്തായാലും നമുക്കിനി അടുത്ത ഒരു വിഷയമായിട്ട് ഉടനെ തന്നെ കൂടാം എന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം.